ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. അദാനിക്ക് 6 മണിക്കെട്ടും. ബൈഡന്റെ കാലാവധിയുടെ അവസാന മാസങ്ങളിൽ മോദി സർക്കാരിനെതിരെ രണ്ടാമത്തെ അമ്പ്. ന്യൂഡൽഹി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലെയല്ല ഗൗതം അദാനിയുടെ കമ്പനിയുടെ സൗരോർജ്ജ കേസ് മോദി സർക്കാരിനെ പൊള്ളിക്കാൻ കെൽപ്പുള്ളതാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കു പുറമെ എത്ര പേർ അതിന് മെനക്കെടുമെന്നാണ് കാണേണ്ടത്. പല സംസ്ഥാനങ്ങളിലെയും പദ്ധതികളിൽ അദാനിക്കു മുതൽ മുടക്കുണ്ട്. പലരും പുതിയ പദ്ധതികൾക്കു ക്ഷണിക്കുന്നുമുണ്ട്. ഒരർത്ഥത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലാവധിയുടെ അവസാന മാസങ്ങളിൽ ഇത് രണ്ടാമത്തെ അമ്പാണ് മോദി സർക്കാരിനെതിരെ എഴുതിയിരിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരൻ ഗുർപടവിന്ദർ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസാണ് കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ചയായത്. ഇപ്പോൾ അദാനിയുടെ കേസും രണ്ടും യുഎസിലെ കോടതികളിലൂടെയാണ് ഉയർന്നുവന്നത്. അഴിമതിയില്ലാത്ത ഭരണമെന്ന മോദി സർക്കാരിന്റെ അവകാശവാദത്തെ ബൈഡൻ ഭരണകൂടം പരോക്ഷമായി ചോദ്യം ചെയ്യുന്നുവെന്നും വിലയിരുത്താം. രാജ്യാന്തര സോളർ കൂട്ടായ്മയുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്തതിനെക്കുറിച്ചും ചോദ്യങ്ങളുയർന്നേക്കാം. ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിനെയും അതിന്റെ അധ്യക്ഷ മാധവി ബുച്ചിനെയും വിവാദത്തിലാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരല്ല ബിജെപിയാണ് അന്ന് പരോക്ഷമായെങ്കിലും പ്രതിരോധമുയർത്തിയത്. അവ അദാനിയെ ന്യായീകരിക്കാനായിരുന്നു താനും. ഇപ്പോൾ അദാനിക്കെതിരെ യുഎസിലുള്ള കേസിന്റെ വിവരങ്ങൾ പുറത്തുവന്നയുടൻ ബിജെപി അതിന്റെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങളുന്നയിച്ചു. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗിന്റെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോഴും പ്രതിപക്ഷം അദാനിക്കെതിരെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ JPC അന്വേഷണം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുന്നു. സർക്കാർ വഴങ്ങാൻ സാധ്യത തീരെയില്ല. സോളർ പദ്ധതികൾക്ക് മോദി സർക്കാർ പ്രഖ്യാപിച്ച ഉൽപാദന ബന്ധിത ആനുകൂല്യങ്ങളിൽ PLI വലിയൊരു പങ്ക് അദാനിക്കു ലഭിച്ചതും നേരത്തെ വിവാദമായതാണ്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചപ്പോഴും കേന്ദ്ര ഭരണപ്രദേശമായ ജമ്മുകശ്മീർ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോഴും സൗരോർജ്ജ കരാറുകൾക്കായി കൈക്കൂലി ഇടപാട് നടത്തിയെന്നാണ് അദാനിക്കെതിരെയുള്ള ആരോപണം. കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിന്റെ സ്ഥാപനമായ സോളർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ACCI സംസ്ഥാനങ്ങളുമായി കരാറുണ്ടാക്കുന്നതിന് അദാനി കൈക്കൂലി നൽകിയെന്ന് കുറ്റപത്രത്തിൽ US ജസ്റ്റിസ് വകുപ്പ് വാദിക്കുന്നു. കുന്തവും കുടച്ചക്രവും വിശദീകരിക്കാനാവാതെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ, തെളിവുകൾ കാണാതെ പോലീസ്. കൊച്ചി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗം കാണുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താതെയാണ് പോലീസ് തീരുമാനത്തിലെത്തിയതെന്നു കോടതി കുറ്റപ്പെടുത്തി. പാർട്ടി യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴി മാത്രമാണ് ആശ്രയിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വീഡിയോ കണ്ടെന്ന മൊഴിയാണ് കൂടുതലും രേഖപ്പെടുത്തിയത്. ഇത് കേസിനെ ദുർബലമാക്കി. നിർണായകമായ പെൻഡ്രൈവും CCTV ദൃശ്യങ്ങളും ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചെങ്കിലും റിപ്പോർട്ട് ലഭിക്കാൻ കാത്തുനിന്നില്ല. ഇത് ശ്രദ്ധിക്കാതെ അന്തിമ റിപ്പോർട്ട് അംഗീകരിച്ചതിൽ മജിസ്ട്രേറ്റ് കോടതി തെറ്റുവരുത്തിയെന്നും കോടതി പറഞ്ഞു. അന്ന് തിരുവല്ല DYSP ആയിരുന്ന ടി രാജപ്പനാണ് അന്വേഷണം നടത്തിയത്. 2 മണിക്കൂർ 28 മിനിറ്റ് വരുന്ന വീഡിയോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വാദമാണ് പോലീസ് ഉന്നയിച്ചത്. UDF, BJP നേതാക്കൾ പൂർണ്ണ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പോലീസിനെ പരിഹസിച്ചിരുന്നു. ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി ഭരണഘടനയെ വിമർശിക്കുന്നത് കുറ്റകരമല്ലെന്നു കോടതി പറഞ്ഞു. എന്നാൽ സജി ചെറിയാൻ പ്രസംഗിച്ച യോഗം ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടിയുള്ളതോ ചർച്ചയ്ക്കോ വേണ്ടിയുള്ളതോ അല്ലായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. കുന്തം കുടച്ചക്രം അർത്ഥമെന്ത്? ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം. കുന്തം, കൊടച്ചക്രം. കുന്തം, കൊടച്ചക്രം എന്നിവയുടെ അർത്ഥം എന്തെന്നു കോടതി ചോദിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് വിശദീകരിക്കാനായില്ല. കുന്തമെന്നും ഒരുതരം പടക്കമെന്നുമാണ് ഒറ്റയ്ക്ക് ഈ വാക്കുകളുടെ അർത്ഥമെന്ന് ഡയറക്ടർ ജനറൽ പറഞ്ഞു. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ ബഹുമാനപൂർവ്വമാണ് ഉപയോഗിച്ചതെന്നു പറയാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ഭരണഘടനാശില്പിയുടെ വാക്കുകളോടെ വിധി. ഭരണഘടനാശില്പി ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് കോടതി ഉത്തരവ് ആരംഭിച്ചത്. ഭരണഘടന കേവലം അഭിഭാഷകർക്കായുള്ള രേഖ മാത്രമല്ല, അത് ജീവനാഡിയും കാലികവുമാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അതിന് ഭരണഘടനയെ പഴി പറയേണ്ട, അത് നമ്മുടെ വീഴ്ചയായി കാണാനാകൂ എന്ന വാക്കുകളാണ് ഉദ്ധരിച്ചത്. വിവാദഭാഗം ഇങ്ങനെ: മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതിവച്ചിരിക്കുന്നതെന്ന് എല്ലാവരും പറയും. ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതിവച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതിവച്ചു. ഇതിന്റെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതിവെച്ചെന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശ്യം. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം. 3 സഹപാഠികൾ കസ്റ്റഡിയിൽ. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയേക്കും. പത്തനംതിട്ട. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥിനികളെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മുവിന്റെ സഹപാഠികളായ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തുമെന്നാണ് സൂചന. ഇതനുസരിച്ച് FIRൽ മാറ്റം വരുത്തും. ഇന്നലെ വൈകിട്ടോടെ വീടുകളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. ഇവർക്കെതിരെ അമ്മുവിന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുകയും പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ചെയ്തിരുന്നു.
കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. മൊഴികളിലെ വൈരുദ്ധ്യം, ഫോൺ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അതിനിടെ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി. റിപ്പോർട്ട് അടുത്ത ആഴ്ച കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായാണ് വിവരം. ആരോഗ്യ സർവകലാശാല സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവ് അമ്മുവിന്റെ ചികിത്സാ കാര്യത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനം ആവർത്തിച്ചു. മുംബൈ ഭീകരാക്രമണം ഇന്ത്യയ്ക്കു കൈമാറാനുള്ള കോടതി വിധിക്കെതിരെ US സുപ്രീംകോടതിയെ സമീപിച്ച് തഹാവൂർ റാണ. വാഷിംഗ്ടൺ. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയ്ക്കു കൈമാറാമെന്ന US കോടതി ഉത്തരവിട്ടതിനെതിരെ പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണ US സുപ്രീംകോടതിയെ സമീപിച്ചു. അപ്പീൽ കോടതിയിൽ നിന്നും പ്രതികൂല വിധി ഉണ്ടായതിനെ തുടർന്നാണ് തഹാവൂർ റാണ US സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇന്ത്യയ്ക്കു കൈമാറാതിരിക്കാൻ റാണയ്ക്ക് മുന്നിലുള്ള അവസാന നിയമസാധ്യതയാണിത്. റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ടെന്ന് വിധി പറഞ്ഞ മിലാൻഡ് സ്മിത്ത്, ബ്രിഡ്ജറ്റ് എസ് ബേഡ്, സിഡ്നി എ ഫിറ്റ്സ്വാറ്റർ എന്നിവരടങ്ങിയ 3-അംഗ ജഡ്ജിമാരുടെ പാനൽ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയും USഉം തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണോ റാണയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക? കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറാൻ കഴിയുമെന്ന് US അറ്റോർണി ബ്രാം ആൾഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുംബൈ ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യയിലേക്കു വിചാരണയ്ക്കു കൈമാറാൻ മജിസ്ട്രേറ്റ് ജഡ്ജി നൽകിയ ഉത്തരവിനെതിരെ റാണ സമർപ്പിച്ച ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലാ കോടതി തള്ളിയിരുന്നു. ഈ വിധി ശരിവച്ചുകൊണ്ടാണ് US അപ്പീൽ കോടതി റാണയുടെ അപ്പീൽ തള്ളിയത്. 2008 നവംബർ 26-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരന്മാർ ഉൾപ്പെടെ 166 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ കേസിലെ ഗൂഢാലോചന കുറ്റത്തിനു 2009 ഒക്ടോബറിൽ അറസ്റ്റിലായ റാണ 168 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നു. സുഹൃത്തായ US പൗരൻ ഡേവിഡ് ഹെഡ്ലിയുമൊത്ത് പാക് ഭീകര സംഘടനകളായ ലഷ്കർ-എ തയ്യിബ, ഹർക്കത്തുൽ മുജാഹിദീൻ എന്നിവയ്ക്കായി മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയതിനാണ് റാണ അന്വേഷണം നേരിടുന്നത്. റാണയെ വിട്ടുകിട്ടിയാൽ മുംബൈ ഭീകരാക്രമണ കേസിൽ പാക് ചാരസംഘടനയായ ISയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത് 2012 നവംബർ 21-ന് തൂക്കിലേറ്റിയിരുന്നു. ആത്മകഥാ വിവാദം. EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ. ആത്മകഥാ വിവാദത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയംഗം EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തത്. പുസ്തക വിവാദം വിശദമായി അന്വേഷിക്കുന്നതിനായാണ് മൊഴിയെടുക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പു ദിനത്തിലാണ് സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയംഗം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തക ഭാഗങ്ങൾ പുറത്തുവന്നത്. 2ാം പിണറായി സർക്കാർ ദുർബലമെന്നുവരെ പുസ്തകത്തിൽ പരാമർശമുണ്ടായിരുന്നു. ആത്മകഥാ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടു DGPക്ക് പരാതി നൽകി. പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം ഇറക്കിയ എല്ലാ സമൂഹമാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രസാധകർക്കു വക്കീൽ നോട്ടീസും അയച്ചു. ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണമില്ലെന്നുമാണ് പാർട്ടി നിലപാട്. കണ്ണൂരിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥയായ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കാസർകോട് അതിർത്തിയിലെ കരിവെള്ളൂരിലാണ് സംഭവം. കരിവെള്ളൂര് പലിയേരിയിലെ ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. കാസർകോട് ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ആണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ. ആക്രമണം നടത്തിയ ഭർത്താവ് രാജേഷ് നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായി തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ആക്രമണം തടയാന് ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛന് വാസുവിനും ഗുരുതരമായി പരിക്കേറ്റതായി പോലീസ് വ്യക്തമാക്കി. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദിവ്യശ്രീയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നു കഴിഞ്ഞ കുറെ നാളായി ഇരുവരും അകന്നുകഴിയുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയാണ് രാജേഷ് കൊടുവാൾ ഉപയോഗിച്ചു വെട്ടിയത്. മുഖത്തും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ രാജേഷ് ഓടിരക്ഷപ്പെടുകയായിരുന്നു. വോട്ടെണ്ണൽ. ഉദ്യോഗസ്ഥരുടെ 2ാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. തിരുവമ്പാടി. നവംബർ 23-ന് വോട്ടെണ്ണൽ നടക്കുന്ന വയനാട് ലോക്സഭ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്ന ഉദ്യോഗസ്ഥരുടെ 2ാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിൽ സജ്ജമാക്കിയ വോട്ടെണ്ണൽ ഹാളിൽ 14 ടേബിളുകളാണ് സജ്ജീകരിക്കുക. 13 റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ. ഓരോ ടേബിളിലും 1 വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവർ ഉണ്ടാകും. ഇതിനു പുറമെ 25% ഉദ്യോഗസ്ഥരെ റിസർവായും വിന്യസിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ഉൾപ്പെടെ വയനാട് ലോക്സഭ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ ബാലറ്റുകളും വയനാട്ടിൽ തന്നെ എണ്ണുന്നതിനാൽ കൂടത്തായി സെന്റ് മേരീസ് സ്കൂളിൽ EVM വോട്ടുകൾ മാത്രമാണ് എണ്ണുക. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന റാൻഡമൈസേഷനിൽ കൗണ്ടിംഗ് നിരീക്ഷകൻ രാജീവ് കുമാർ റായ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കലക്ടർ ശീതൾ G മോഹൻ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ KN ബിന്ദു, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വയോജന ഭിന്നശേഷി സഹായ ഉപകരണ വിതരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണത്തിന്റെ മൂന്നോടിയായി വയോജന ഭിന്നശേഷി സഹായ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് 2024 നവംബർ 22 വെള്ളിയാഴ്ച 10 മണിക്ക് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. വയോജന സഹായ ഉപകരണങ്ങളായ വീൽ ചെയർ, വാക്കർ, ഹിയറിംഗ് എയ്ഡ് എന്നിവ ആവശ്യമായ മുഴുവൻ ആളുകളും ആധാർ കാർഡിന്റെയും റേഷൻ കാർഡിന്റെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പിയുമായി പഞ്ചായത്തിൽ എത്തേണ്ടതാണ്. നിര്യാതനായി പുന്നക്കൽ വഴിക്കടവ് പറവശ്ശേരിൽ തോമസ് ജോസഫ് 62 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 23 നവംബർ 24 ഉച്ചകഴിഞ്ഞ് 3 വിളക്കാന്തോട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സിമിത്തേരിയിൽ. ഭാര്യ ലില്ലിക്കുട്ടി പുന്നക്കൽ പന്തമ്മാക്കൽ കുടുംബാംഗം. മക്കൾ നിതിൻ തോമസ് കാനഡ, നിർമ്മൽ തോമസ് UK. മരുമകൾ ആൻജുവൽ ജോസ് കാനഡ, പൊട്ടമ്പുഴയിൽ കൈതപ്പൊയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.